നമസ്കാരം. 2026 കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പുകൾ നടക്കുന്ന വേളയിൽ തന്നെ പ്രചാരണങ്ങളെല്ലാം ചൂടുപിടിച്ച് നടക്കുന്ന അവസ്ഥയിൽ തന്നെ പല വിശകലന വീഡിയോയിലും ഞാൻ ഒരു കാര്യം എടുത്തെടുത്ത് പറഞ്ഞിരുന്നു. ഇടത് വന്നാലും വലത് വന്നാലും ഫലത്തിൽ ഭരണം ജിഹാദികളുടെ കയ്യിലായിരിക്കുമെന്നുള്ളത്. ഇടത് വന്നാൽ SDPI പോലുള്ള ഭീകരവാദ സംഘടനകൾ, അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള നിരോധിത ഭീകരവാദ സംഘടനകളുടെ രാഷ്ട്രീയകരമായ SDPI പോലുള്ള സംഘടനകളുടെ നിയന്ത്രണത്തിലായിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന്. എന്നാൽ UDF വന്നാലോ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് ഒരു പ്രവചനം പോലെ ഞാൻ പറഞ്ഞിരുന്നു. ആ പ്രവചനം ഏതാണ്ട് സത്യമായി വരുന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കേരളത്തിൽ നീങ്ങുന്നത്. ആ പ്രവചനം എൻ്റെ ആ പ്രവചനം സത്യമായത് ഞാൻ കുമാരനെല്ലൂർ കുമാരസ്വാമിയുടെ അനുഗ്രഹത്തോടു കൂടി ജ്യോതിഷ പണ്ഡിതനായതുകൊണ്ടല്ല. കുമാരനെല്ലൂർ കുമാരസ്വാമിയുടെ അനുഗ്രഹം എന്നിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ജ്യോതിഷത്തിലല്ലത്. പക്ഷേ ഇതൊരു സാമാന്യബോധത്തിൻ്റെ പുറത്ത് പറഞ്ഞതാണ്. അത് ഏതാണ്ട് ശരിയാകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഒരു 2 സംഭവങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഇപ്പോൾ തന്നെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടാകും. തവനൂരിൽ KT ജലീൽ പരാജയപ്പെട്ടപ്പോൾ ലീഗുകാർ നടത്തിയ ആഘോഷ പ്രകടനം. ആടിൻ്റെ തല വെട്ടി വടിയിൽ കെട്ടി പ്രദർശിപ്പിക്കുകയും KT ജലീലിൻ്റെ മൃതദേഹം വണ്ടിയിൽ ഒരു സാങ്കല്പികമായ മൃതദേഹം എന്ന് പറയുന്ന ഒരു പ്രതിബിംബം പോലെ ആയിട്ട് സിംബോളിക്കായിട്ട് അദ്ദേഹത്തിൻ്റെ മൃതദേഹം പ്രദർശിപ്പിക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ അവർ തന്നെ അത് ചെയ്തത് നിസ്സാരക്കാരല്ല. അവരുടെ പേര് ഞാനൊന്ന് വായിക്കാം. യൂത്ത് ലീഗിൻ്റെ പെരുന്നല്ലൂർ സെക്രട്ടറിയും തൃപ്രങ്ങോട് പഞ്ചായത്ത് ഭാരവാഹിയുമായ കുരിക്കൽപ്പൊടി മച്ചിങ്ങൽ റാഫി, വാൽപ്പറമ്പിൽ ഷുഹൈബ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇത് അരങ്ങേറിയത്. അവർ തന്നെയാണത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത്. ഇത് തവനൂർ മലപ്പുറത്ത് നടന്ന സംഭവം, തൃപ്രങ്ങോട് പ്രദേശങ്ങളിലായി നടന്ന സംഭവം. ആടിൻ്റെ തല വെട്ടി പരസ്യമായി പ്രദർശിപ്പിച്ച് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് വിജയാഘോഷങ്ങൾ നടത്തുകയായിരുന്നു. ജിഹാദികളുടെ സ്ഥിരമായിട്ടുള്ള വിജയാഘോഷ രീതി ഇത് തന്നെയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, പലസ്തീനിലെ ഹമാസിൻ്റെ ഭീകരവാദികളൊക്കെ ഇരകളെ കൊന്നു കഴിഞ്ഞാൽ അവരുടെ മൃതദേഹങ്ങൾ തെരുവിലൂടെ കെട്ടിവലിക്കുക, ഒരു നഗ്നരാക്കി കെട്ടിത്തൂക്കിയിട്ട് പ്രദർശിപ്പിക്കുക, തലവെട്ടി പ്രദർശിപ്പിക്കുക. ISISൻ്റെയും ഹമാസിൻ്റെയും എല്ലാം ഒരു ആക്രമണ രീതിയും ഒരു പ്രദർശനപരതയും ആഘോഷങ്ങളും എല്ലാം ഏതാണ്ട് ഇത്തരത്തിലുള്ളത് തന്നെയാണ്. ഈ യൂത്ത് ലീഗുകാർ എത്തരത്തിലാണോ തൃപ്രങ്ങാടിയിലും തവനൂരുമെല്ലാം ഈ ഒരു മ്ലേച്ഛത്തരം പ്രദർശിപ്പിച്ചത്, ആ രീതിയിൽ തന്നെയാണ് ഭീകരവാദികളുടെ ഒരു പ്രദർശന രീതി ലോകമൊട്ടാകെ. ജിഹാദികളുടെ കാര്യമാണ് പറയുന്നത്. ഇനി മഞ്ചേശ്വരത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതും പ്രേക്ഷകരിൽ പലരും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കണ്ടു കാണും. സുരേന്ദ്രൻ്റെ BJPയുടെ സുരേന്ദ്രൻ്റെ ഒരു ഫ്ലെക്സ് ബോർഡ് ബോംബിട്ട് തകർക്കുന്ന അമിട്ടാണെന്ന് ഇപ്പോൾ പറയുന്നു. ഇതിൽ ആടിൻ്റെ തലവെട്ടി പ്രദർശിപ്പിച്ചതിനെതിരെ കേസ് എടുക്കപ്പെട്ടിട്ടുണ്ട്. അത് ഇപ്പോൾ പറയുന്ന ന്യായീകരണം ഒരു തരിപ്പിൻ്റെ പുറത്ത് ചെയ്തതാണെന്ന്. ഇപ്പോൾ സുരേന്ദ്രൻ്റെ ഫ്ലെക്സ് ബോംബിട്ട് തകർത്തതിനെ സംബന്ധിച്ച് കേസ് എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതുവരെ അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അതിന് എന്ത് തരിപ്പായിരുന്നോ അതോ അതിൽ കൂടിയത് എന്തെങ്കിലും ആയിരുന്നോ എന്നാണ് ഒരു ന്യായീകരണം വരാൻ പോകുന്നതെന്നറിയില്ല. പ്രതീകാത്മകമായി ജലീലിൻ്റെ തലവെട്ടി ആണ് ഞങ്ങൾ കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ ആടിൻ്റെ തല ഉയർത്തി കാണിക്കുകയും പ്രതീകാത്മക മൃതദേഹം പ്രദർശിപ്പിക്കുകയും ചെയ്ത ഭീകരതയിൽ നിന്ന് സുരേന്ദ്രൻ്റെ ഫ്ലെക്സ് ബോംബിട്ട് തകർക്കുന്ന ഒരു പ്രദർശനപരതയിലേക്ക് ജിഹാദികൾ കേരളത്തിൽ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. പരസ്യമായി പുറത്തിറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ഏറ്റവും ചെറിയ ആയുധങ്ങൾ പുറത്തെടുത്ത് സമൂഹത്തിൽ പ്രദർശിപ്പിച്ച് സമൂഹത്തിലൊരു ഭയം വിതറി അവരുടെ എതിരാളികളുടെ ഉള്ളിലൊരു ഭയം സൃഷ്ടിക്കുവാൻ. എതിരാളികളായ സുരേന്ദ്രന് ഒരു ഭയമൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. KT ജലീലിന് ഒട്ടും ഉണ്ടാകില്ല. കാരണം KT ജലീൽ ഇവരുടെ ഇടയിൽ നിന്ന് തന്നെ വന്നതാണല്ലോ, മുൻ സിമി പ്രവർത്തകനാണ്. അല്ലെങ്കിൽ KT ജലീലിന് ഇവരുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം മുങ്ങുവാൻ സാധ്യതയുണ്ട്. സുരേന്ദ്രൻ എന്തായാലും ഒളിവിൽ പോകുവാനോ ഇവരെ ഭയന്ന് കഴിയുവാനോ പോകുന്നില്ല. കാരണം RSSൻ്റെ ഒരു പ്രവർത്തന പാരമ്പര്യത്തിൽ നിന്നാണ് അദ്ദേഹം ഉയർന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഒളിവിൽ പോകുവാനൊന്നും പോകുന്നില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് കേരള സമൂഹമാണ്. കാരണം നമ്മളായിട്ട് വരുത്തി വെച്ചൊരു വിനയാണ് നാം ഇപ്പോൾ അനുഭവിക്കുന്നത്. SDPI ആയിരുന്നു ആഭ്യന്തരം നിയന്ത്രിച്ചിരുന്നതെങ്കിൽ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം SDPI നല്ലവരായതുകൊണ്ടല്ല. SDPI അവരുടെ ഭീകരവാദ പ്രവണത ഒരിക്കലും മറച്ചു വയ്ക്കില്ല. പക്ഷേ അങ്ങനെയല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പ്രവർത്തന രീതി. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തന രീതി ബൗദ്ധികപരമായിട്ടുള്ള ഭീകരവാദം സമൂഹത്തിലേക്ക് ഒരു അണുവായി കുത്തിവെച്ച് ഒരു മതരാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്രയധികം മാധ്യമങ്ങളും ഒരു സാമൂഹ്യ സാംസ്കാരിക നായകന്മാരുടെ ഇടയിലൊരു സ്വാധീനവും എല്ലാം സൃഷ്ടിച്ച് അവരുടെ ഒരു ആവാസ വ്യവസ്ഥ തന്നെ കേരളത്തിലൊട്ടാകെ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. രാജ്യമൊട്ടാകെ അവരങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുവാൻ ശ്രമിക്കുന്നത്. ലോകമൊട്ടാകെ അവരുടെ പല
അവാന്തര സംഘടനകളും അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നതും. അതാണ് അവരുടെ ഒരു പ്രവർത്തന രീതി. പക്ഷേ അവരങ്ങനെ ബൗദ്ധികമായിട്ട് കുത്തിവയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ അക്രമം നടക്കേണ്ട കാര്യമില്ലല്ലോ. കൈവെട്ട് SDPIക്കാരല്ലേ ചെയ്യുന്നത്. SDPIക്കാർ കൈവെട്ടിയാലും യൂത്ത് ലീഗുകാർ കൈവെട്ടിയാലും അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും പുതിയ ഭീകരവാദ സംഘടന വന്ന് പഴയ സുന്നി ടൈഗർ ഫോഴ്സ് പുനർജീവിച്ച് വന്ന് ഭീകരപ്രവർത്തനങ്ങൾ നടത്തിയാലും ജമാഅത്തെ ഇസ്ലാമി കൃത്യമായി ചെയ്യുന്നത് അതിനെയെല്ലാം വെള്ളപൂശുന്ന ഒരു പ്രക്രിയ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയുള്ളൊരു പ്രവർത്തന രീതി കൊണ്ട് നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൂടി വന്നു കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായിരിക്കും കേരളത്തിൻ്റെ അടുത്ത ആഭ്യന്തരമന്ത്രി എന്നല്ല ഞാൻ പറയുന്നത്. കേരളത്തിൻ്റെ അടുത്ത ആഭ്യന്തരമന്ത്രി ആരായിരുന്നാലും കേരളത്തിൻ്റെ നിയമവ്യവസ്ഥ ഏതാണ്ട് പൂർണ്ണമായി തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അക്കാര്യത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്. അദ്ദേഹം പ്രവൃത്തിപഥത്തിൽ സാധാരണ ഓട്ടോറിക്ഷയുടെ പ്രകൃതി കാണിക്കാറുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഓട്ടോറിക്ഷക്കാർക്ക് ആ സ്ഥാനം നഷ്ടപ്പെട്ടു ഇപ്പോൾ ഡെലിവറി ബോയ്സിൻ്റെ ഒരു പ്രകൃതി കാണിക്കാറുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലായിരിക്കും കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ്. അത്തരണത്തിൽ ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളുടെ കൂടിയ രൂപങ്ങൾ നമ്മുടെ മുൻപിൽ കാണുമ്പോൾ നാം തന്നെ അതിൻ്റെ ഇരകളാകുമ്പോൾ ഒരു പക്ഷേ ദൗർഭാഗ്യവശാലാവുകയാണെങ്കിൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ നിങ്ങളുടെ കാര്യത്തിലെങ്കിലും അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ എന്തുണ്ടാകും? ന്യായീകരണവുമായി അടുപ്പുകൂട്ടി ചർച്ചകൾ നടക്കും. അത് നിർഭാഗ്യകരമായി പോയി എന്ന് ആഭ്യന്തരമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒരു പ്രസ്താവന ഇറക്കും. അതാരാണെങ്കിലും തന്നെ കേസ് അന്വേഷണം നടക്കുന്നുണ്ട്, ഊർജിതമായി നടക്കുന്നുണ്ട് എന്നുള്ള പ്രസ്താവനകൾ വരും. മറുഭാഗത്ത് സംഘപരിവാറോ അല്ലെങ്കിൽ BJPക്കാരോ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിൽ പോകും. അതിനെതിരെ ചെയ്യാവുന്നതെല്ലാം സർക്കാർ കൃത്യമായി തന്നെ ചെയ്യും. പിന്നാമ്പുറങ്ങളിൽ നടക്കുന്ന ചരടുവലികളിലൂടെ ഒടുവിൽ ഈ കേസ് തേഞ്ഞു മാഞ്ഞങ്ങ് പോവുകയും ചെയ്യും. ജോസഫ് മാഷിൻ്റെ കൈവെട്ട് കേസ് പോലെ തന്നെ. അതിൽ എത്ര പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു, അവരിൽ എത്ര പേർ കൃത്യമായി ഇപ്പോഴും ജയിലറകൾക്കുള്ളിൽ തന്നെ കഴിയുന്നുണ്ട്, എത്ര പേർ ഒളിവിലാണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം നടത്തി നോക്കൂ. ജോസഫ് മാഷിന് ശേഷം മഹാരാജാസിൽ കൊല്ലപ്പെട്ട അഭിമന്യുവിൻ്റെ കാര്യത്തിലും ഇതേ തരത്തിലുള്ളൊരു പരിശോധന തന്നെ നടത്തി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇടതായാലും വലതായാലും എങ്ങനെ ഈ ജിഹാദി ഭീകരവാദികൾ സംരക്ഷിക്കപ്പെടും എന്നുള്ളത്. അവരുടെ ഇരകളല്ല, കാഫിറുകളല്ല സംരക്ഷിക്കപ്പെടുവാൻ പോകുന്നത്. ഇനി ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ പൊതുജനം മുഴുവനായി തന്നെ ഒരു ജാഗ്രത പുലർത്തേണ്ട അവസ്ഥയിലേക്കാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുള്ള ഭീകരവാദികൾ ഈ ഫ്ലെക്സ് ബോംബ് വെച്ച് തകർക്കലിലൂടെയും ആടിൻ്റെ തലവെട്ടി പ്രദർശിപ്പിക്കലിലൂടെയും കൊണ്ടുപോകുന്നത്. അതിൽ തന്നെ ഏറ്റവും സൂക്ഷിക്കേണ്ട ഒരു വിഭാഗമുണ്ട് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അത് കേരളത്തിൽ ഇപ്പോൾ പ്രചാരം നേടുന്ന യുക്തിവാദികളാണ്. പ്രത്യേകിച്ച് ഡോക്ടർ ആരിഫ് ഹുസൈൻ, അതിനടുത്തത് EA ജബ്ബാർ, ലിയാഖത്ത് അലി തുടങ്ങിയ യുക്തിവാദികളാണ് പ്രത്യേകം അവരുടെ തടി സൂക്ഷിക്കേണ്ടത്. കാരണം നിങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം സ്വതന്ത്രമായി തന്നെ ഇത്തരത്തിലുള്ള ഭീകരപ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള ഒരു ലൈസൻസ് തങ്ങൾക്ക് ഇനി ലഭിക്കുവാൻ പോകുന്നു എന്നുള്ളൊരു വിശ്വാസം ഇത്തരം ജിഹാദി കൂട്ടങ്ങളുടെ ഇടയിൽ ഇപ്പോൾ തന്നെ പരന്നിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു ധൈര്യം അല്ലെങ്കിൽ ഒരു ഉറപ്പ് അവർക്ക് ഏതോ വലിയ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ആരിഫ് ഹുസൈനൊക്കെ വ്യക്തമായി തന്നെ അറിയാം. കാരണം അവരുടെ ഇടയിൽ നിന്ന് തന്നെ പുറത്തെത്തിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് തന്നെ കൃത്യമായിട്ടറിയാം അത്തരത്തിലൊരു ഉറപ്പ്, അതായത് കൃത്യമായൊരു ഉറപ്പ് കിട്ടാതെ ഇവർ ഇത്തരം ഭീകരപ്രവൃത്തികളുമായി സമൂഹത്തിൻ്റെ മധ്യത്തിൽ ഇറങ്ങില്ല എന്ന് മാത്രമല്ല, ഇറങ്ങുകയാണെങ്കിൽ തന്നെ അത് അവർ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കില്ല. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ആരിഫ് ഹുസൈൻ അറിയാം. ക്രിയേറ്റ് എ ടെറർ, സ്പ്രെഡ് ദ മെസ്സേജ് ആൻഡ് സ്പ്രെഡ് ദ ടെറർ. ഒരു വാദപ്രവർത്തനം നടത്തുക, അത് സംബന്ധിച്ചുള്ള സന്ദേശങ്ങളും അതിൻ്റെ ദൃശ്യങ്ങളും ലോകമൊട്ടാകെ പ്രചരിപ്പിക്കുക, ആ ഭീകരവാദ ആശയം കൂടുതൽ പ്രചരിപ്പിക്കുക, ആ ഭയം സമൂഹത്തിൻ്റെ ഉള്ളിൽ കൂടുതൽ വളർത്തുക. അതുകൊണ്ട് തന്നെ അവരുടെ ആദ്യ ശത്രുക്കൾ യുക്തിവാദികളാണ്. അവരുടെ ഇടയിൽ നിന്ന് തന്നെ പുറത്തു വന്നതാണ്. കാഫിറുകൾ പിന്നെ അവരുടെ ശത്രുക്കളാകുന്നുള്ളൂ. കാരണം ആരിഫ് ഹുസൈനെ ആദ്യം വധിക്കണോ, മനോജ് വേണുഗോപാലിനെ ആദ്യം വധിക്കണോ എന്ന് ചോദിച്ചാൽ അവർ പറയും ആരിഫ് ഹുസൈനെ കഴിഞ്ഞിട്ട് ഈ കാഫിറിൻ്റെ കാര്യം നോക്കാം എന്നുള്ളതേ അവർ പറയൂ. ഇത് ആരിഫ് ഹുസൈനെ പോലുള്ളവർക്കും അറിയാം. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരു അപേക്ഷയായി പറയുകയാണ്, സ്നേഹപൂർവ്വം യുക്തിവാദികളോട് അറിയാവുന്നവർ അവരിലേക്ക് ഈ സന്ദേശം എത്തിക്കുക, അവർ സൂക്ഷിക്കുക. അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്കാണ് കേരള സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടുതൽ അടുപ്പുകൂട്ടി ന്യായീകരണ ചർച്ചകൾക്ക്, വെള്ളപൂശലുകൾക്ക് നാമായിട്ട് ഒരവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. ഒഴിഞ്ഞു മാറി നടക്കാനോ ഭയന്നോടാനോ അല്ല പറയുന്നത്, ജാഗ്രത പുലർത്തുക. ഇവരെ ഭയന്ന് പിന്മാറേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ പിന്മാറാൻ പോകുന്നതുമില്ല.
ആരിഫ് ഹുസൈൻ്റെ കാര്യം അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹവും പിന്മാറില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, ഇത്രയും കാലം അദ്ദേഹത്തെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കണ്ടും കേട്ടുമുള്ള പരിചയത്തിൽ നിന്ന്. പക്ഷേ ജാഗ്രത പാലിക്കുക തന്നെ വേണം. കാരണം ധൈര്യവും മണ്ടത്തരവും തമ്മിൽ വളരെ ഒരു തലനാരിഴയുടെ വ്യത്യാസമേ ഉള്ളൂ. ധൈര്യപൂർവ്വം തന്നെ അവരെ നേരിടുക, പക്ഷേ ബുദ്ധിപൂർവ്വം നേരിടുക എന്നുള്ളത് മാത്രമാണ് ഡോക്ടർ ആരിഫ് ഹുസൈനോടും മറ്റ് യുക്തിവാദികളോടും സ്നേഹപൂർവ്വം പറയുവാനുള്ളത്. ഒപ്പം കേരള സമൂഹത്തിലെ സാധാരണ ജനങ്ങളോട് പറയുവാനുള്ളത് ജാഗ്രത പാലിക്കുക. ഇത് സ്വയം കൃതാനർത്ഥമാണ്. അതുകൊണ്ട് തന്നെ അനുഭവിക്കുക. ഞാനും നിങ്ങളോടൊപ്പം അനുഭവിക്കാനുണ്ടാകും. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.